ബാർ സമയം കൂട്ടിയതിനെ ന്യായീകരിച്ച് എം.പി. രാജേഷ്. ബാറുകളുടെ സമയം വർദ്ധിപ്പിച്ച നടപടിയെ ന്യായീകരിച്ച് എക്സൈസ് മന്ത്രി എം.പി. രാജേഷ്. ബാറുകളുടെ പ്രവർത്തന സമയം ദീർഘിപ്പിച്ചു എന്ന് പറയുന്നത് ശരിയല്ല, സമയം ഏകീകരിക്കുകയാണുണ്ടായതെന്നും മന്ത്രി രാജേഷ് കണ്ണൂരിൽ പറഞ്ഞു. ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ നേരത്തെ തന്നെ രാവിലെ 10 മുതൽ 12 വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ കുറച്ചു കാലമായി ഈ സമയക്രമമാണുള്ളത്. അത് എല്ലായിടത്തേക്കും ബാധകമാക്കി ഏകീകരിച്ചുവെന്നേ ഉള്ളൂവെന്നും മന്ത്രി പറഞ്ഞു. ടൂറിസം ഡെസ്റ്റിനേഷനുകളാണെങ്കിലും അല്ലെങ്കിലും എല്ലാ ബാറുകളുടെയും ലൈസൻസ് ഫീസ് 35 ലക്ഷം രൂപയാണ്. ടൂറിസം ഡെസ്റ്റിനേഷനായി വിജ്ഞാപനം ചെയ്തിടത്തും അതിൻ്റെ തൊട്ടടുത്തും ബാറുണ്ടാകും. അപ്പോൾ ഒരു വിവേചനം നിലനിൽക്കുന്നു എന്ന പരാതി വളരെ ശക്തമായി സർക്കാരിൻ്റെ മുന്നിലുണ്ടായിരുന്നു. സമയം നീട്ടണമെന്നതും നേരത്തെയുള്ള ആവശ്യമാണ്. ഇതെല്ലാം പരിഗണിച്ചാണ് ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ നിലനിൽക്കുന്ന സമയം മറ്റുള്ളവർക്ക് കൂടി ബാധകമാക്കിയത്. ഇക്കാര്യത്തിൽ പുതിയ തീരുമാനമെടുക്കുകയല്ല സർക്കാർ ചെയ്തതെന്നും എക്സൈസ് മന്ത്രി വ്യക്തമാക്കി. ദക്ഷിണേന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിലെ സ്ഥിതി കൂടി പരിഗണിച്ചാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. കർണാടകയിൽ ബാർ സമയം 9 മുതൽ 12 വരെയാണ്. ബംഗളൂരു നഗരത്തിൽ രാവിലെ 9 മുതൽ രാത്രി 1 മണി വരെയാണ്. എന്നാൽ കേരളം ഇപ്പോൾ ബാർ സമയം കൂട്ടിയത് രാവിലെ 10 മണി മുതൽ 12 മണി വരെ. മന്ത്രി എം.പി. രാജേഷ് വ്യക്തമാക്കി. ഫയൽ നീക്കം വളരെ വേഗത്തിലുള്ളതായിരുന്നുവെന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം മന്ത്രി തള്ളി. വളരെ സാവധാനത്തിലാണ് ഫയൽ നീങ്ങിയത്. അല്ലെങ്കിൽ ഒക്ടോബറിൽ തീരുമാനമുണ്ടാകുമായിരുന്നു. എല്ലാ കാര്യത്തിലും ദുരൂഹത ആരോപിക്കൽ ഒരു പതിവാണ്. പ്രതിപക്ഷത്തിനും ഇക്കാര്യം അറിയാമായിരുന്നു. പ്രതിപക്ഷത്തിനും ഇക്കാര്യത്തിൽ അനുകൂല നിലപാടാണെന്ന് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നുവെന്നും മന്ത്രി എം.പി. രാജേഷ് വ്യക്തമാക്കി.